നമസ്കാരം. സ്പോർട്സ് സ്പീച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മുംബൈ ഇന്ത്യൻസ് എന്ന IPLലെ കരുത്തരുടെ ക്യാമ്പിൽ ഇപ്പോൾ വലിയ പൊട്ടിത്തെറികളാണ് നടക്കുന്നത്. ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ ചർച്ചയാകുന്ന ആ വലിയ വാർത്തയിലേക്കാണ് നാം ഇന്ന് നോക്കുന്നത്. മുംബൈ ഇന്ത്യൻസിന് രക്ഷപ്പെടണമെങ്കിൽ ഹിറ്റ്മാൻ തന്നെ ക്യാപ്റ്റനായി വരണമെന്ന വിപ്ലവകരമായ നിർദ്ദേശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം മനോജ് തിവാരി. ഹാർദിക് പാണ്ഡ്യയെ മാറ്റി രോഹിത് ശർമ്മയെ വീണ്ടും നായകനാക്കണമെന്ന ഈ ആവശ്യം വെറുമൊരു വൈകാരിക പ്രതികരണമല്ല, മറിച്ച് മുംബൈയുടെ നിലവിലെ അവസ്ഥയ്ക്കുള്ള ഒരേയൊരു പരിഹാരമാണെന്നാണ് തിവാരി തുറന്നടിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിന്റെ വിവിധ വശങ്ങൾ പരിശോധിക്കുന്ന ഒരു സ്പെഷ്യൽ ജേർണലിസ്റ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കടക്കാം. മുംബൈ ഇന്ത്യൻസിന്റെ ഇപ്പോഴത്തെ പ്രകടനം കാണുമ്പോൾ ഏതൊരു ക്രിക്കറ്റ് പ്രേമിക്കും തോന്നുന്ന ഒരു കാര്യമാണ് തിവാരി അക്കമിട്ട് നിരത്തുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മുംബൈ ഇന്ത്യൻസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കൊരു പരിഹാരം വേണമെങ്കിൽ ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻസിയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കണം. ഹാർദിക്കിനെ മാറ്റുക എന്നത് ഒരു വ്യക്തിപരമായ എതിർപ്പല്ല, മറിച്ച് ടീമിനെ രക്ഷിക്കാനുള്ള ഒരു അടിയന്തര നടപടിയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. രോഹിത്തിനെ മാറ്റിയത് ഒരു അനീതിയായിരുന്നു എന്ന തിവാരിയുടെ പ്രയോഗം ശ്രദ്ധേയമാണ്. 5 തവണ മുംബൈക്ക് കിരീടം നേടിക്കൊടുത്ത ഒരു നായകനെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മാറ്റിയത് ടീമിനുള്ളിലെ ഐക്യത്തെ ബാധിച്ചിട്ടുണ്ടോ എന്ന സംശയം ഇതോടെ ശക്തമായിരിക്കുകയാണ്. ഹാർദിക് പാണ്ഡ്യ ഗുജറാത്ത് ടൈറ്റൻസിനെ നയിച്ചതുപോലെയല്ല മുംബൈയെ നയിക്കുന്നത്. മുംബൈയുടെ ആ പഴയ വിജയ DNA കണ്ടെത്താൻ ഹാർദിക്കിന് സാധിക്കുന്നില്ല. ബൗളിംഗ് മാറ്റങ്ങളിലായാലും ഫീൽഡിംഗ് ക്രമീകരണങ്ങളിലായാലും ഹാർദിക് പതറുന്ന കാഴ്ചയാണ് നാം പല മത്സരങ്ങളിലും കണ്ടത്. ഹാർദിക് വന്നാൽ കപ്പടിക്കുമെന്നായിരുന്നു മാനേജ്മെന്റിന്റെ പ്രതീക്ഷ. എന്നാൽ കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ട് അയാൾക്കതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന തിവാരിയുടെ നിരീക്ഷണം ആരാധകർക്കിടയിൽ വലിയ ചർച്ചയാണ്. ഗ്രൗണ്ടിനുള്ളിൽ ആരാധകരിൽ നിന്നും ഹാർദിക് നേരിടുന്ന കൂക്കിവിളികൾ, അതായത് ബൂയിങ്, അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തെയും ബാധിച്ചിട്ടുണ്ടെന്നത് വ്യക്തമാണ്. ഈ സാഹചര്യത്തിൽ ഒരു നായകൻ എന്ന നിലയിൽ ടീമിനെ ഒത്തൊരുമയോടെ കൊണ്ടുപോകാൻ ഹാർദിക്കിന് സാധിക്കുമോ എന്നത് വലിയ ചോദ്യചിഹ്നമാണ്. രോഹിത് ശർമ്മയെ വീണ്ടും ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നത് വെറുതെയല്ല. രോഹിത് ക്രീസിലുള്ളപ്പോൾ ആ ടീമിന് ലഭിക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ബൗളർമാർക്ക് പന്ത് കൊടുക്കുമ്പോഴും തന്ത്രങ്ങൾ മെനയുമ്പോഴും രോഹിത്തിനുള്ള ആ ശാന്തത ഹാർദിക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ടീം ഐക്യം, സീനിയർ താരങ്ങളും ജൂനിയർ താരങ്ങളും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഇല്ലാതാക്കാൻ രോഹിതിന് സാധിക്കും. ഫാൻ സപ്പോർട്ട്, ആരാധകർ വീണ്ടും മുംബൈ ഇന്ത്യൻസിനെ പൂർണ്ണ ഹൃദയത്തോടെ പിന്തുണയ്ക്കാൻ തുടങ്ങും. തന്ത്രപരമായ മേൽക്കോയ്മ, IPLലെ ഏറ്റവും മികച്ച നായകന്മാരിലൊരാളായ രോഹിത്തിന്റെ അനുഭവം നിർണായകമായ മത്സരങ്ങളിൽ വിജയം ഉറപ്പാക്കും. രോഹിത്തിനെ മാറ്റിയ രീതി ശരിയായില്ല എന്ന് മനോജ് തിവാരിയെപ്പോലെ പല പ്രമുഖരും മുൻപും പറഞ്ഞിട്ടുണ്ട്. സൂര്യകുമാർ യാദവും ജസ്പ്രീത് ബുംറയും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ അതൃപ്തികൾ പലതവണ സൂചിപ്പിച്ചിരുന്നു. ടീമിലെ പ്രധാന താരങ്ങൾക്കിടയിൽ തന്നെ ഇത്തരമൊരു വികാരം നിലനിൽക്കുമ്പോൾ ഹാർദിക്കിന് കീഴിൽ കപ്പടിക്കുക എന്നത് മുംബൈക്ക് ബാലികേറാമലയാകും. മനോജ് തിവാരിയുടെ ഈ വാക്കുകൾ മുംബൈ ഇന്ത്യൻസ് മാനേജ്മെന്റിന് നേരെയുള്ള ഒരു കണ്ണാടിയാണ്. ഇനിയും വൈകിയിട്ടില്ല. ടീമിനെ വിജയവഴിയിലെത്തിക്കണമെങ്കിൽ രോഹിത്തിനെ തന്നെ ചുമതല ഏൽപ്പിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഹാർദിക് പാണ്ഡ്യ എന്ന ഓൾറൗണ്ടറെ ടീമിന് ആവശ്യമാണ്. എന്നാൽ ഹാർദിക് പാണ്ഡ്യ എന്ന ക്യാപ്റ്റൻ മുംബൈക്കിപ്പോൾ ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത് എന്നാണ് പൊതുവായ വിലയിരുത്തൽ. നിങ്ങളുടെ അഭിപ്രായത്തിൽ മനോജ് തിവാരി പറഞ്ഞതുപോലെ രോഹിത് ശർമ്മ തിരികെ നായകനാകണോ? ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒരു അവസരം കൂടി നൽകണമെന്നുണ്ടോ? നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മുംബൈ ഇന്ത്യൻസിന്റെയും രോഹിത് ശർമ്മയുടെയും കൂടുതൽ വാർത്തകൾക്കായി സ്പോർട്സ് പിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക.